കൊഞ്ഞണം കാട്ടാൻ ഇറങ്ങിയതല്ലത്. ശരിയായ നിലയിൽ തന്നെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ഭാവി മനസ്സിലാക്കി ഇതുകൊണ്ട് എന്തുണ്ടാകുമെന്ന് ചിന്തിച്ചിട്ട് ശരിയായ അർത്ഥത്തിൽ ചിന്തിച്ചുകൊണ്ടിറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന, ഇനി കർണാടകയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വഹാബി സംഘങ്ങൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ വ്യക്തികൾക്കോ ഇതുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കാൻ പറ്റാത്തതാണ് സുന്നികളുടെ മാല മൗലിദുകൾ എന്ന് തെളിയിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഏറെ കൊട്ടിഘോഷിച്ച് ആക്ഷേപിക്കുന്ന മുഹയ്യദ്ദീൻ മാലയെ പറ്റി തന്നെ അങ്ങനെ സംവാദം നടത്താൻ തയ്യാറുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ ആ ആൺകുട്ടികളെ പരസ്യമായി എല്ലായിടത്തും ഒന്നുപോലെ ഈ വേദിയിൽ വെച്ചും ഞാൻ വെല്ലുവിളിക്കുകയാണ് IDF-ന്റെ പേരിൽ. ഇത് തമിഴന്റെ മാലയാണോ? എന്താ മാല? ആരാ എഴുതിയത് കേട്ടോ? തമിഴനോ? പൊന്നാനി തമിഴ്നാട്ടിലാ? നിങ്ങളെ തമിഴ്നാട് പറഞ്ഞ പൊന്നാനിയാ? കേട്ടോളി, ഇത് പുതിയ മുഹയ്യിദ്ദീൻ മാല എന്ന നേർച്ച ഫാട്ടാകുന്നു. അങ്ങനെ തന്നെ വായിക്കാം. ഈ നേർച്ച ഫാട്ടിനെ പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടിയാൽ ഉണ്ടാക്കപ്പെട്ടതാകുന്നു. തമിഴനല്ല, തമിഴന അണ്ണാച്ചിയല്ല. ഇതാരുണ്ടാക്കിയതാ? പൊന്നാനിയിലെ നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടി. മുമ്പുള്ള മുഹയ്യിദ്ദീൻ മാലയിൽ ഫെടാത്ത ഇയാൾ കേൾക്കാനാ പറയണത്. ഇയാൾ പറഞ്ഞില്ലേ ഞങ്ങളെ മാലയിലില്ല, നിങ്ങളെ മാലല്ലാത്ത വേറെ മാലുണ്ട്, അതിനാ പുതിയ മുഹയ്യിദ്ദീൻ മാല എന്ന് പറയുന്നത്. അത് തമിഴുണ്ടാക്കിയതല്ല. പഴയ മുഹയ്യിദ്ദീൻ മാലയിൽ, മുമ്പുള്ള മുഹയ്യിദ്ദീൻ മാലയിൽ ഫെടാത്ത ഫലേ കശ്ഫ് കറാമത്തുകളും മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ പേരുകൾ 99 ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റില്ല. മുഹയ്യിദ്ദീൻ ശൈഖിന് 99 പേരുണ്ട്. കാരണം അള്ളല്ലേ, അള്ളാഹ്ക്ക് 99 ഉണ്ടെങ്കിൽ എനിക്കുണ്ട് 99. കുറയാൻ പറ്റൂലല്ലോ, 98 പോയരുതല്ലോ. അപ്പൊ ശിർക്ക് കുറച്ച് കുറഞ്ഞു പോകില്ലേ? അതിന്റെ ഡിഗ്രി കുറയരുത്. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ട്. തീർന്നോ? ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ്. എന്നാൽ ഇതിന് എതിരായി ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഏതെങ്കിലും മുജാഹിദുകളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, മുജാഹിദ് പറഞ്ഞിട്ടില്ല. മുജാഹിദിന്റെ തിരിച്ചു വാദെന്താണെന്ന് അറിയാമോ? ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണ്. അപ്പൊ ഞങ്ങളുടെ വാദം സഹായം ചോദിക്കൽ അല്ലേ? സഹായം നിങ്ങൾ മനസ്സിലാക്കണം. ശരിക്ക് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരട്ടിമറി വാദം, വിശ്വാസ സഹായം ചോദിക്കൽ. അതിനാണ് സുന്നികൾ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കൽ. അതിനാണ് അത് പറയാതെ സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് പറയുമ്പോ അങ്ങനെ വല്ല ആയത്തും വേണ്ടേ? അല്ലദീന യസ്തഗീസുന വയറല്ലാഹ്, അല്ലദീന യസ്തഗീസുന വയറല്ലാഹ് വല്ലദീ യസ്തഗീസുന വയറല്ലാഹ്, ഇങ്ങനെ വല്ല ആയത്തും കാണണ്ടേ? യാതൊരു ആയത്തും ഇനി അവതരിക്കുന്ന പ്രശ്നമില്ല, ഇതുവരെ അവതരിച്ചതിലില്ല. പിന്നെന്ത് ചെയ്യും? 150 ആയത്തിൽ അതുണ്ട്, 250 മറ്റൊന്ന് പറയുന്നത്. മറ്റത് നിങ്ങൾ പറഞ്ഞ മറ്റതെന്താ മനസ്സിലായില്ല. ഇവിടെ ഇസ്തിഗാസയാണ് വാദം. ഇസ്തിഗാസയാണ് ഡിക്ഷണറി. അറബി മലയാള ഡിക്ഷണറികളുണ്ട്. എത്രയോ ഡിക്ഷണറി മുജാഹിദ് എഴുതിയതുണ്ടാവും, സുന്നി ജമാഅത്ത് എല്ലാവരും എഴുതിയതുണ്ടാവും. അവിടെ ഇസ്തിഗാസന്റെ അർത്ഥമുണ്ട് സഹായം. അതല്ലേ ഈ ഇസ്തിഗാസത്തെ ഞങ്ങൾ പറയുന്നത് മറ്റുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കൽ അനുവദനീയമാണ്. നിങ്ങളെ മറുപടി വിളിച്ചു പ്രാർത്ഥിക്കൽ. അപ്പൊ ഇസ്തിഗാസന്റെ അർത്ഥം വിളിച്ചു പ്രാർത്ഥിക്കൽ എന്നോ? മറ്റൊന്ന് മങ്കൂസ് മൗലിദ്, മറ്റൊന്ന് ബദർ മൗലിദ്, മറ്റൊന്ന് മുഹയ്യിദ്ദീൻ മൗലിദ്, മറ്റൊന്ന് റിഫായി മൗലിദ്. ഇത്രയും മൗലിദുകൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത്രയും മൗലിദുകൾ. അപ്പൊ ഉസ്താദെ ഒരു ചോദ്യം. ഇത്രയും 5 മൗലിദുകളെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പരാമർശിച്ചത്. ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള 7 മൗലിദുകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ബോധപൂർവമാണ് പറയുന്നത്. കാരണം പല മൗലിദുകളിലും കടത്തി കൂട്ടിയിട്ടുണ്ട്.
ആ കടത്തിക്കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ. ഞങ്ങൾ ഈ പറഞ്ഞ മൗലിദുകളിലാണെങ്കിലോ അതിൽ ഉറപ്പാണ്, ഈ പറഞ്ഞ മൗലിദുകളിലൊന്നും കടത്തിക്കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൗലിദ് അത് 100% സത്യമാണ്. നമുക്ക് ഇതേക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യാം. ഞങ്ങൾ അംഗീകരിക്കുന്നത്, ഞങ്ങളെ സുന്നികൾ ഇറക്കിയിട്ടുള്ളത് ഞങ്ങൾ റെഡിയാണ്. ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ 165, 155, 255, 333 അതിലൊക്കെയുള്ള മൗലിദുകൾ എന്തൊക്കെ ആരൊക്കെ കടത്തി കൂട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയുന്നതല്ലേ. അവർ പല സ്ഥലത്തും അത് പറഞ്ഞതുമല്ലേ. ഞങ്ങൾ എവിടെയെങ്കിലും ഈ സിദ്ദീഖ് മൗലിദ് ഏതോ ഒരാളൊരു സിദ്ദീഖ് മൗലിദ് ഓതിയാലോ എഴുതിയാലോ തെറ്റാണെന്നല്ല, മറിച്ച് ഇവിടെ നിങ്ങൾ പറയുന്ന ഈ സിദ്ദീഖ് മൗലിദ് നിങ്ങൾ ഓർക്കണം, ഈ സിദ്ദീഖ് മൗലിദ് ഞങ്ങൾ അംഗീകരിക്കുന്നതാണെന്ന് ഞങ്ങളെ ഏതെങ്കിലും ഔദ്യോഗികമായ ഒരു തീരുമാനം ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് എടുത്തു ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? വാക്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഇരുന്നിട്ടിയപ്പോൾ അവളുടെ വീട്ടിൽ അവളും അവളുടെ ഭർത്താവും ഒരുമിച്ച് കൂടുന്നു. അവളും അവളുടെ ഭർത്താവും ഒരുമിച്ച് കൂടുകയാണ്. നിബിധങ്ങളോട് അരികിലേക്ക് അവൾ പോയി. അങ്ങനെ നിബിധങ്ങളോട് അവളുടെ ഭർത്താവ് വന്ന് വിവരം പറഞ്ഞു. നിബിധങ്ങൾ ദീർഘമായി ചിന്തിച്ചു നോക്കി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്താണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് കൂടും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് ഉറപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ, സത്യം ചെയ്തുകൊണ്ട് അങ്ങോട്ട് വിശദീകരിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് സാധൂകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം കറാമത്ത് വിശദീകരിക്കുന്നിടത്ത് കാണാം. അച്ചടിച്ചു വിട്ടതിനൊക്കെ മറുപടി പറയേണ്ട യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല എന്നാണ് ഒന്നാമതായിട്ടുള്ള മറുപടി. ഇനി മൈക്ക് കൊടുക്കുക, സുഹൃത്തിന് എന്താ പറയാനുള്ളത് നോക്കാം. എന്റെ ചോദ്യം, ഇപ്പോ ഉസ്താദ് പറഞ്ഞത് ആരെങ്കിലും എഴുതി വിട്ടിയത് കൊണ്ട് ചോദിക്കേണ്ടതില്ല. തീർച്ചയായും. എന്നാല് ഇപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പല സുഹൃത്തുക്കൾക്കും അറിയാത്തത് കൊണ്ട് മൗലൂദല്ല, എന്തായാലും ഞങ്ങൾ ഓതുന്നത് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ റസൂൽ സുഹൃത്തിന് അറിയില്ല, അത് അറബിയിലുള്ളത് കൊണ്ട് അറിയില്ല. തീർച്ചയായിട്ടും മലയാളത്തിൽ ഉണ്ടായത് കൊണ്ട്, മൗലൂദ് ഉണ്ടായത് കൊണ്ട് ഒരാളും ആ മൗലൂദ് ഓതുകയില്ല. ഉസ്താദ് തന്നെ പറഞ്ഞ് സമ്മതിച്ചു. ഇല്ല, ഞാൻ രണ്ട് മറുപടി ഉള്ളതിൽ ഒരു മറുപടി ഞാൻ പറഞ്ഞത് ആരെങ്കിലും എഴുതി വിട്ടത് കൊണ്ട് ഓതേണ്ടതില്ല എന്ന് ഉസ്താദ് പറഞ്ഞു. നമ്മൾ അംഗീകരിക്കുന്നത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ. പാവപ്പെട്ട ഇവിടെ നിൽക്കുന്ന 90%, 90% ആൾക്കാർ അറബി അറിയില്ല. പക്ഷേ അറബി അറിയുന്ന ഒരാളെ അവർ ഖത്തീബായിട്ടോ ഇമാമായിട്ടോ നിർത്തിയിരിക്കും. മൗലൂദ് ഖത്തീബായിട്ട് ഇമാമായിട്ട് നിർത്തിയ ആൾക്ക് മാത്രമല്ല ഓതേണ്ടത്, പക്ഷേ അതിന് നേതൃത്വം നൽകൽ അവരാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ കഴിവുള്ള പണ്ഡിതന്മാരെ തന്നെ മഹല്ലിൽ നിർത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. എന്തുകൊണ്ട് ആ മൗലൂദിനെ നിങ്ങൾ തള്ളാത്തത്? കിതാബിൽ നിന്നിട്ട് സിദ്ദീഖ് മൗലൂദിനെ എന്തുകൊണ്ട് നിങ്ങൾ തള്ളാത്തത്? നിങ്ങൾ സിദ്ദീഖ് മൗലൂദ്, എല്ലാ സിദ്ദീഖ് മൗലൂദും അതില്ല, അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അത് വളരെ ചുരുങ്ങിയ ചില മൗലിദുകളിൽ മാത്രമാണുള്ളത്. ഞങ്ങൾ സാധാരണ ഓതുന്ന സബീന നിങ്ങൾ എടുത്തു നോക്കുക, അത് നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. പിന്നെ വേറൊന്നും കൂടി പറയാം, മുജാഹിദുകളാണ് ഏറ്റവും കൂടുതൽ മൗലിദുകൾ അച്ചടിച്ചു വിട്ട് കാശാക്കുന്നത്. തിരൂരങ്ങാടി പ്രസും അതുപോലെ പല പ്രസും നടത്തുന്നത് മുജാഹിദുകളാണ്. അവരാണ് ശിർക്ക് വിറ്റ് കാശാക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും തെറ്റുകൾ ഉണ്ടാവാം. അത് ഇഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഖലീഫമാരുമായി തന്റെ ശിഷ്യന്മാരുമായി കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നു. ആ തവാഫ് ചെയ്യാൻ വന്നപ്പോ അദ്ദേഹം ദഫടിച്ചുകൊണ്ട് അവർ സലാത്തും ദിക്റും ചൊല്ലിയിട്ടാ വന്നത്. അപ്പൊ മക്കക്കാർ പറഞ്ഞു, ഇത് വേണ്ട, ഇത് പറ്റില്ല ഇവിടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരി, എനിക്ക് എന്റെ ദഫിന്, എനിക്കും എന്റെ ദഫിനും
ഈ കഅബയെ ചുറ്റാൻ അധികാരമില്ല, നിങ്ങൾ അവകാശം തരുന്നില്ല എങ്കിൽ ആ കഅബ ഇങ്ങോട്ട് ചുറ്റിക്കൊള്ളട്ടെ. മുന്നൻ തുടിമുട്ടി കഅബയിലെത്തിയേ മക്കികളും പിരി വേണ്ടെന്ന് ചൊന്നോവര്. ഉടനെ റിഫായിയാൾ മതിലിൽ കുളത്തിയാർ അപ്പോഴേ കഅബത്തെ വാഫെന്ന് ചൊന്നോവര്. കഅബ ഇളകിത്തിരിയുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ല വിളിച്ചോവര്. അദ്ദേഹം തന്റെ ഹജ്റുൽ ഇസ്മായിൽ എന്ന മതിലുമേൽ അദ്ദേഹത്തിന്റെ ആ ദഫ് അവിടെ കൊളുത്തി. എനിക്കും എന്റെ ദഫിനും ഇത് ചുറ്റാൻ അധികാരമില്ല, അവകാശമില്ല എങ്കിൽ കഅബ ഇങ്ങോട്ട് ചുറ്റിക്കൊള്ളട്ടെ. ആളുകൾക്ക് അത്ഭുതം. ഉടനെ സംഭവിക്കുന്നു, കഅബ ഇളകുന്നു. കഅബ ഇളകിത്തിരിയുന്ന നേരത്ത് ഒളിവർ റിഫായി എന്ന് അല്ലാഹു വിളിച്ചോവാർ. അല്ലാഹു തആല വിളിച്ചു, റിഫായി നിങ്ങളൊന്നടങ്ങി. ഈ വിവരമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പൊ കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചാല് നടക്കൂല. അത് നിങ്ങളൊന്ന് ക്ഷമിക്കേ. ഫസ്ബിർ സബ്റൻ ജമീലാ വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. ഈ പറഞ്ഞ രണ്ട് ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അല്ലാഹു തആല മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ആകാശത്തിലും ഭൂമിയിലും എല്ലാ സ്ഥലത്തും സ്ഥാനവും ജനങ്ങളടുക്കലും മലായിക്കത്തിന്റെ അടുക്കലും ജിന്നിന്റെ അടുക്കലും സ്വീകാര്യത നൽകപ്പെടുകയും അതുവഴി അല്ലാഹു തആല ഒരുപാട് ദർജകൾ ഉയർത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ വരി. ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തേര ഉള്ളവർ. ആ മഹാനായ ഖുതുബിന്റെ സ്ഥാനം വലിയ സ്ഥാനം. വബശ്ശിരില്ലദീന ആമനൂ അന്ന ലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം വഖാലൽ കാഫിറൂന ഇന്ന ഹാദാ ലസാഹിറും മുബീൻ. അതല്ലാതെ ഞങ്ങളെ കയ്യിലൊന്നുമില്ല. നീ അവരെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. അവരെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഏറ്റെടുത്തു, സ്വർഗത്തിൽ നിനക്ക് മാളിക തരാം. ഇസ്മായിൽ ബിൻ മുഅല്ലിം റളിയല്ലാഹു അൻഹു മറുപടി, പറ്റൂല, എനിക്കത് ഗ്യാരണ്ടി എഴുതിയെങ്കിൽ തരളും. നിങ്ങളെ കയ്യക്ഷരത്തിൽ എഴുതിയെങ്കിൽ തരളും. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി വന്ന് കടലാസ് കൊണ്ടുവാ. കടലാസ് കൊണ്ടുവന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാദാ വസ്തറ ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുന്നിം മിൻ അബ്ദുൽ ഫഖീർ അൽ അഹ്മദ് ഇബ്നു അബുൽ ഹസൻ റിഫായി വമിന ലഹു അലാ കറമില്ലാഹി തആല ഖസ്റൻ ഫിൽ ജന്ന തഹഫു അർബഅതു ഹുദൂദിൻ അൽ-അവ്വൽ ഇലാ ജന്നത്തി യദിൻ നസാനി ഇലാ ജന്നത്തിൽ മഅവാ അസ്സാലിസു ഇലാ ജന്നത്തിൽ ഖുൽദി അർ-റാബി ഇലാ ജന്നത്തിൽ ഫിർദൗസ് ബിജമീ ഹൂരിഹി വവിൽദാനിഹി വഫുർസിഹി വഉസ്റതിഹി വനാരിഹി വഅസ്ദാരിഹി വലബസ്താനിഹി ബിദ്ദുനിയ വല്ലാഹു ലഹു ശാഹിദു വഗഫീർ. ഇക്രിമത്തിന്റെ വാചകമാണ്. ബിസ്മില്ലാഹ് എഴുതിയതിനു ശേഷം എഴുതുന്നു, പാവപ്പെട്ട സാധുവായ ഹഖീറായ ഫഖീറായ അടിമയായ അഹ്മദ് ഇബ്നു അബുൽ ഹസൻ റിഫായി ജാമ്യം നിന്നുകൊണ്ട് ഇസ്മായിൽ ബിൻ അബ്ദുൽ മുന്നബിൽ നിന്ന് വാങ്ങുന്നു. അതേ അദ്ദേഹത്തിന് കൊടുക്കാതെ പറഞ്ഞ് ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു മാളിക കൊടുക്കാമെന്നാ പറയുന്നത്. അതിന് 4 അതിരുകളുണ്ട്. ജന്നത്ത് അതിനുണ്ട്, ജന്നത്തുൽ മഅവയുണ്ട്, ജന്നത്തുൽ ഖുൽദുണ്ട്, ജന്നത്തുൽ ഫിർദൗസ് ഉണ്ട്. ആ മാളികയിൽ ഹൂറുൽ ഈങ്ങളുണ്ട്. ആ മാളികയിൽ അതാ ചെറിയ കുട്ടികളുണ്ട്, ഭാര്യമാരുണ്ട്, വിരിപ്പുകളുണ്ട്, കട്ടിലുകളുണ്ട്, നദികളുണ്ട്. ആ മാളികയുടെ തൊട്ടടുത്ത് നല്ല നല്ല നദികൾ ഒഴുകുന്നുണ്ട്, നല്ല തോട്ടങ്ങളുണ്ട്, മരങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ദുനിയാവിലുള്ള തോട്ടത്തിന് പകരം കൊടുക്കുന്നതാണ്. അല്ലാഹ് ഇതിന് സാക്ഷിയാണ്, അല്ലാഹ് ഇതിന് ജാമ്യക്കാരനാണ്. ഈ കത്തെഴുതി ഒപ്പിട്ടങ്ങ് കൊടുത്തു. എഴുതിയ കത്ത് എഴുതിയിട്ട് ചുരുട്ടിയിട്ടങ്ങ് കൊടുത്തു. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ കൊടുത്തപ്പോ ഇസ്മായിൽ ശൈഖ് അവറുകൾ ഏറ്റെടുത്തു. അപ്പൊ തന്നെ സ്വത്ത് വിട്ടുകൊടുക്കണ്ടേ? നേരെ തോട്ടത്തിന്റെ സമീപത്തേക്ക് നോക്കുമ്പോ അവിടുന്ന് മക്കൾ ഇങ്ങനെ കൃഷിക്ക് നനക്കുന്നുണ്ട്. മക്കളെ വിളിച്ചു പറഞ്ഞു, വരൂ മക്കളെ എല്ലാവരും ഇറങ്ങിക്കോളൂ, തോട്ടം ഞാൻ വിറ്റുപോയി. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞിട്ട് വിറ്റതാ. ഉടനെ തന്നെ മക്കൾ ചോദിക്കുന്നല്ല, ബാപ്പ അങ്ങനെ വിറ്റാ നമ്മൾ സമ്മതിക്കൂല, ഞങ്ങൾക്കൊക്കെ വളരെ ഉപകാരമുണ്ടാകേണ്ട തോട്ടമാണ് ബാപ്പ എന്നെങ്ങനെ വിറ്റത്? ഉടനെ തന്നെ ബാപ്പന്റെ മറുപടി, വെറുതെ വിറ്റതല്ല മക്കളെ, സ്വർഗത്തിലും മാളിക കിട്ടിയിട്ട് വിറ്റതാ. തന്നത് ചില്ലറക്കാരനല്ല, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി. അല്ലാഹ്